എൻ്റെ പ്രസംഗം വളരെ വ്യക്തമാണ്. ഞാനൊരു തങ്ങളെയും ആക്ഷേപിച്ചിട്ടില്ല. ബാഫയ്ക്ക് തങ്ങളെ ആക്ഷേപിച്ചു, മറ്റ് തങ്ങന്മാരെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ ചാനൽ കാണാത്തവരാണ്. ബാഫയ്ക്ക് തങ്ങൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹിൻ്റെ വലിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തുറന്നു നോക്കിയാൽ അറിയാം. എന്നിട്ട് ബാഫയ്ക്ക് തങ്ങൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കളവാണല്ലോ. ഒന്നും അറിയാതെ കാര്യം എന്തെങ്കിലും പറയാമെന്നല്ലേ ഉള്ളൂ. അതുപോലെ ഞാനൊരു തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല. പൈതൃകം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാർ ബാഫി തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ഇവിടെ നടന്ന നടപടി അത് അനുകരിച്ച് പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഞാൻ അവരെ ആക്ഷേപിച്ച് ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരും മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ തുറന്നു നോക്കി നിങ്ങൾക്കും അറിയാം. എൻ്റെ പ്രസംഗം തുറന്നു നോക്കിയാൽ അറിയാം. അത്രേ പറയാനുള്ളൂ. പിന്നെ ഷാഫി ചാരിയെ മറ്റേനെ പറ്റി എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ പലരും ആഘോഷിക്കുന്നുണ്ടാവും. ഞാൻ ഉത്തരവാദിയല്ല. അസ്സലാമു അലൈക്കും. പോയിക്കോട്ടെ. പിന്നെ ഈ ഇപ്പം ഇന്നലെ ഒരു ശാസനയുടെ ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട്. അത് അവരോട് ചോദിക്കും. ആരോ ശാസനം എഴുതി വെച്ചാൽ അവരോട് ചോദിക്കും. എന്തെങ്കിലും കത്തോ എന്തെങ്കിലും വിശദീകരണം ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കത്ത് നൽകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണം? എനിക്ക് കിട്ടിയിട്ടില്ല. പൈതൃകം പറഞ്ഞതിൽ മോശമായി പോയെന്നും അതുകൊണ്ട് പൈതൃകം പറഞ്ഞത് മോശമായി എന്ന് ആരും പറയുന്നില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ കൊണ്ടന്മാർക്ക് എന്ത് എഴുതുന്നല്ലാതെ പൈതൃകം പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്, ഈ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലീഗുകാർ വരെ എന്നെ വിളിച്ച് പറഞ്ഞു. അതുണ്ടായിട്ടുള്ളത്. അതാ ഞാൻ പറയുന്നത്. നിങ്ങളോട് ആ എൻ്റെ പ്രശ്നം തുറന്നു വെക്കാൻ. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി കൊടുക്കുക. പിന്നെ ഓരോ കഷ്ണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു ബാധകമല്ലല്ലോ. മുമ്പുള്ളും പിമ്പുള്ളും കേൾക്കുമ്പോഴല്ലേ കഷ്ണത്തിന് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കി. ഒന്നും ഉണ്ടാവില്ല. ഒരു വിഷയം മോശമായിട്ടില്ല. അത് നിങ്ങളൊന്ന് വിലയിരുത്തി. നിങ്ങളതൊന്ന് കണ്ടിട്ട് നിങ്ങളതിൻ്റെ കൂടുതലൊന്ന് പറഞ്ഞോളി ഇങ്ങനെയുള്ളതെന്ന്. ഓക്കെ, എനിക്ക് പോകണ്ട, ട്രെയിന് പോകണ്ട്.